Good morning and welcome to our day 3 of Navratri. Guys, നിങ്ങൾക്ക് അറിയാമോ ഇന്നലെ ഞാൻ വെറും 5 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ചിമ്മിണി ക്ലീൻ ആക്കാൻ വന്നത് പറയാം. അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങിയിട്ടില്ല കാരണം നമുക്ക് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇന്നലെ രാത്രി നമ്മൾ 1 മണി വരെയൊക്കെ കളി ഉണ്ടായിരുന്നത് കഴിഞ്ഞ് നമ്മൾ ഗാഠിയൊക്കെ കഴിക്കാൻ പോയിരുന്നു കേട്ടോ. ബജിയ ഗാഠിയ മേഥി ബജിയ അതൊക്കെ മേഥി എന്ന് പറഞ്ഞാൽ ഉലുവയുടെ അല്ലേ. അയ്യോ ഒരാളെ ഞാൻ കാണിച്ചില്ല, എന്റെ പോലെ പിണങ്ങി. ഗുഡ് മോർണിംഗ്. എന്ത് പപ്പതോ നിവിടെ ഇത് ആർക്കെന്നും എന്നെ ഇതിലൊക്കെ വാർത്തക്കുള്ള പപ്പതം എന്നത് ഇതാണ് ഹെൽത്ത് കോൺഷ്യസ്. കൊതിയൊക്കെ ഉണ്ടെന്ന് അറിയാം എന്നോട് വേണ്ടേ. അപ്പൊ ഇന്നലെ നമ്മള് കളിയൊക്കെ കഴിഞ്ഞ് ഗാഠിയൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ട്. ഗാഠിയല്ല സോറി ഫാഫട കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഫാഫട എന്ന് പറഞ്ഞാൽ ജലേബിയുടെ കൂടെ കഴിക്കുന്ന സംഭവമില്ലേ, അത് മസാല വേർഷനായിട്ട് കഴിക്കാൻ പോയി. കുറച്ച് അവിടെ ബജി എന്ന് പറഞ്ഞാൽ ഈ മെഥിക്ക ബജിയ, ഈ ഉലുവയുടെ ഇല ഉണ്ടാവൂലേ അതിന്റെ ബജിയൊക്കെ കഴിക്കാൻ പോയി. പിന്നെ വേറെ ഒന്നും രണ്ട് സംഭവം ഉണ്ടായിരുന്നു ഞാൻ കഴിച്ച്. എനിക്ക് വണ്ണം കൂടിയിട്ടുണ്ടോ നോക്കട്ടെ, വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഒരു ഇച്ചിരി കൂടിയിട്ടുണ്ട്, എനിക്ക് ഒരു 400 ഗ്രാം കൂടിയിട്ടുണ്ട്. അത് ഗർഭയും കൂടെ കളിക്കണം കൊണ്ടായിരിക്കും എനിക്ക് അത്ര ഏക്കാത്തത്. അപ്പൊ എന്താ സംഭവം, ഇന്നലെ നമ്മൾ കഴിച്ചിട്ടൊക്കെ വന്ന് 3 മണി വീട്ടിൽ 4:30 ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ 12:30 എണീറ്റ് 8 മണിക്കൂർ ഉറക്കം എടുത്ത്. സോ ഞാൻ വളരെ ഫ്രഷ് ഫീൽ ചെയ്യുന്നു കേട്ടോ. ഫൈനലി ഞാൻ ഇന്നും മുതലാണ് ഗൈസ് നമ്മള് ട്രഡീഷണൽ ആയിട്ടുള്ള ചണിയാച്ചോലീസ് ഇട്ട് തുടങ്ങാം. റെഡി ആവുന്ന ടൈമിങ് കുറച്ചും കൂടെ മുന്നിലേക്ക് നീക്കേണ്ടി വരും, അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. നമ്മൾ ഈ കുർത്തിയിട്ടിട്ട് ഓടണ പോലെ അല്ലല്ലോ, മറ്റൊന്നൊക്കെ ഇവിടെ പിന്നെ ഇന്നൊക്കെ സെറ്റാക്കിയിട്ടൊക്കെ വേണ്ട പോകാനായിട്ട്. സോ യെസ്, ഐ ആം വെരി എക്സൈറ്റഡ് ഫോർ ടുഡേ. ശരി, ഞാൻ പോയി പല്ലേക്കട്ടെ. കാരണം ഞാൻ രാവിലെ 4:30 കുളിച്ചിട്ടൊക്കെ അതിന് ഉറങ്ങിയത്. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് പല്ല് വെച്ചാൽ മാത്രം മതി. നമ്മള് ക്ലീൻ ബാത്റൂം നോക്കിയ ആക്ച്വലി ഇവിടെ ഈ ഹാങ്കറും ഷെൽഫ് അതൊക്കെ ഞാൻ എടുത്തോണ്ടേ ഞാൻ എപ്പോഴും കൊട്ടയിലാക്കി കൊണ്ട് വന്നിട്ടാണ് എൻ്റെ ആവശ്യങ്ങളൊക്കെ നടന്നതിന് ശേഷം പോണത്. സോ നമുക്ക് വേഗം തന്നെ എല്ലാം ഓർഗനൈസറൊക്കെ റെഡിയാക്കണം. നമുക്ക് നല്ലൊരു ബാത്റൂം മേക്ക് ഓവർ ചെയ്യണം. മേക്ക് ഓവറിനൊന്നുമില്ല, എനിക്കൊരു ഐഡിയ ഉണ്ട്, അത് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഞാൻ ഇവിടെ മുകളിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവോ എന്തിനാന്നത്? ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. ഓക്കെ, ഞാൻ പല്ലേക്കട്ടെ കേട്ടാ. നിങ്ങൾക്ക് പല്ലേക്കണാണോ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നോക്ക് ഗൈസ്, ഞാൻ ജസ്റ്റ് ഒരു കയ്യിലെ ചോറെടുക്കണം. എന്റെ ഫേവറേറ്റ് ഗൈസ്, ഞാൻ കാണിച്ചിട്ട് എന്റെ ഫേവറേറ്റ് ബിണ്ടി. താങ്ക് യു മോംസി. മോംസി തുക്കുടു പപ്പടം. നമുക്ക് തൈരുണ്ട് ഗൈസ്. പൊന്നു വേണ ഡിസ്റ്റർ ഫ്രണ്ട്സ് വരുമോ? ഓക്കെ ഗൈസ്, അപ്പൊ കഴിഞ്ഞ കൊല്ലം എൻ്റെ അടുത്ത് ഒരു ഡാൻഡി ഉണ്ടായിരുന്നു. ആക്ച്വലി ഒരു ജോഡി ഡാൻഡി ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒരെണ്ണമാണെങ്കിൽ കളിക്കാൻ ഇടയ്ക്കനെ വള്ളി മുഴുവൻ ഊരിപ്പോയാൽ രണ്ടാമത്തെ എൻ്റെ ഊരി തുടങ്ങുന്നുണ്ട്. അപ്പൊ ഞാൻ ഡാൻഡി ഓർഡർ ചെയ്തിട്ടുണ്ട്. ബിഗ് ബാസ്കറ്റ് നിന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. എന്റെ ഫേവറേറ്റ് വൺ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാട്ടാ. ഫേവറേറ്റ് വൺ അവസാനം കാണിച്ചത്, ബാക്കി രണ്ടെണ്ണം ആദ്യം. നല്ല വാ, ഇത്തവണ ഞാനില്ലേ ഇങ്ങനെ ലേസ് ചുറ്റിട്ടുള്ളത് മേടിച്ചില്ല, കാരണം അത് ഊരി പോകും. പിന്നെ ആകെ ഒരു കോല് മാത്രമുള്ളൂ അതിന്റെ അകത്ത്. ജോഡി നമ്പർ 1 പിടിക്കുമ്പോ അത്ര സുഖം തോന്നണില്ല, ബട്ട് സാരില്ല, ഒരു ഗ്രിപ്പ് തന്നെ ഉണ്ട്. അത് ശരിയാ, പറ്റാതെ തെഞ്ഞു പോവും. ഇത് അത്ര ഭാരവും ഇത് ജസ്റ്റ് 50 rupees ഉള്ളൂ ഗൈസ് ഈ ജോഡിക്ക്. സോ അഫോർഡബിൾ. ആ ഒരു പെയിന്റിന്റെ മണമുണ്ട്, ബട്ട് സാരില്ല. ഇത് രണ്ടാമത്തെ, ഇത് ഇച്ചിരി കോസ്റ്റ്ലിയാ. ആ ഒരു പെയിന്റിന്റെ മണം. താരാവിന ശാമനെ एक लड़ू लागे रस रमवाने बोलो आवजे. ആൻഡ് ഇനിയാണ് പൊളിപ്പൻ. എന്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു. ഫൈനലി ഞാൻ മേടിച്ചു. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞാൽ ഇത് ഒരെണ്ണം നോർമലായിട്ടിരിക്കും, ഇതില്ല, ഇത് നമ്മളിങ്ങനെ കറക്കും. കാണില്ലല്ലോ. ഓക്കെ, കൈ ഇങ്ങനെ വെക്കണം ഇവിടെ. ഗർഭളിക്കേണ്ട ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ അടിച്ചതിന് ശേഷം എന്നിട്ട് ഇങ്ങനെ പുറകോട്ട് പോകുമ്പോൾ ഇതിനെ കറക്കും. ഓരോ ദിവസം ഓരോ ജോഡിയായിട്ട് പോകും. കൊണ്ടുപോയിട്ട് കാര്യമില്ല, എന്തായാലും ആൾക്കാരുടെ അടുത്ത് ഇല്ലെങ്കിലില്ല, അവർ നമ്മുടെ എന്ന് പറഞ്ഞാൽ മേടിക്കും. അങ്ങനെയാണ്. സാരില്ല, എല്ലാ തിരക്ക് കൂടുമ്പോഴല്ല ഒരു രസം. അതുകൊണ്ട് ഞാൻ 2 എണ്ണമായിട്ട് തന്നെ പോവുകയും ചെയ്യും. ആരെങ്കിലും എടുത്തിട്ട് നമുക്ക് ആക്ച്വലി ഒരെണ്ണേ ആവശ്യമുള്ളൂ എല്ലാം തവണ.
അതാണ് പ്രശ്നം. അതിനൊപ്പം ഞാൻ കുറച്ച് പെട്ടെന്ന് ഒരു ഹോളും കൂടെ ചെയ്തേ കാട്ടാം. അപ്പൊ ഇതല്ലാതെ നമുക്ക് കുറച്ച് പാഴ്സൽസ് വന്നിട്ട് നമുക്ക് വേഗം ഓപ്പൺ ചെയ്യാം. ബാബു ഓക്കെ, നമ്മളുടെ യെല്ലോ ഡേ. ഓ, നാളെയാണ് യെല്ലോ ഡേ. ബ്ലൗസ് വന്നു നമ്മുടെ. താങ്ക് ഗോഡ്. ഓക്കെ ഗൈസ്, ഫൈനലി വി ഹാവ് സോ എക്സൈറ്റഡ് ടു സ്റ്റൈൽ. ഓക്കെ, ഞാനൊരു ഹെയർ ആക്സസറി മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതുവരെ വന്നിട്ടില്ല. ആൻഡ് ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു ഹെയർ ആക്സസറി ആണെന്ന്. ആക്ച്വലി അതിനകത്ത് ഇച്ചിരി കളർ ഡിമ്മായിരുന്നു. ഇതെനിക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടു. നല്ല ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കണം, ഇതുപോലെ തന്നെ. ഐ തിങ്ക് ദിസ് ക്യാൻ ഗോ വെൽ വിത്ത് ഇന്നത്തെ ഔട്ട്ഫിറ്റ് മേ ബി, അല്ലെങ്കിൽ ഇത് എൻഡിങ് ഡേയ്സിലായാലും മതി. നല്ല രസമുണ്ടാവും, കാരണം അതിനകത്ത് എല്ലാം കളേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തിൻ്റെ കൂടെയും ചെയ്യാം. പിന്നെ ഞാൻ 2 റോസ് കളർ ദുപ്പട്ട വെച്ചിട്ടുണ്ട്, കാരണം ഇത്തവണ ഞാൻ ഔട്ട്ഫിറ്റ്സ് റിപ്പീറ്റ് ചെയ്യണുണ്ട്, പക്ഷെ എക്സാക്ട്ലി സെയിം ആയിട്ടല്ല. അയ്യോ, ഇതിനകത്ത് തിളക്കമുണ്ട്, കയ്യുമൊക്കെ. ഇങ്ങനെയാണ് ദുപ്പട്ട ഇടാനായിട്ട് എൻ്റെ. ഓക്കെ, ദിസ് ഈസ് ഗോയിങ് ബോം. വേറെ ഒരു ദുപ്പട്ടയും കൂടെ ഞാൻ മേടിച്ചു. ഞാൻ 2 എന്തിനാ എപ്പോഴും ഒരു സേഫ്റ്റിക്ക് വേണ്ടി മേടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഒരെണ്ണം സെറ്റ് ആയില്ല, ചില സമയത്തൊക്കെ നമുക്ക് വേറെ കളറും വരും നമ്മൾ മേടിക്കുമ്പോൾ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ആവശ്യമാണ്. ഇതും നല്ല കേട്ടാ. നമുക്ക് മമ്മിയോട് ചോദിക്കാം എന്തായാലും, മമ്മിക്ക് നല്ല ഫാഷൻ സെൻസ് ആണ്. ഓക്കെ, ദിസ് ഈസ് ഓൾസോ ഡൂയിങ് ബോം. ഓ മൈ ഗോഡ്, ഇപ്പൊ ഞാൻ കൺഫ്യൂസ് ആയില്ല, ഏതെടുക്കൂന്നായില്ല. ഹാപ്പി ഷോപ്പിംഗ്. ഓക്കെ ഗൈസ്, ഇതായിട്ട് നമ്മളുടെ ഔട്ട്ഫിറ്റ്. മെയിൻ ആയിട്ടുള്ള ഈ ഒരു സ്കേർട്ട് തേക്കേണ്ടി വരുമോ നോക്കട്ടെ. ലെറ്റ്സ് സീ. സോ ഈ ഒരു പിങ്ക് ബ്ലൗസ് ആയിട്ടുണ്ട്, ബിക്കോസ് ഇന്ന് കളറാണ് റോയൽ ബ്ലൂ. അയ്യോ, എന്റെ നഖം വെച്ച് പോറിപ്പോയിപ്പോ. രസം ഉണ്ടാവൂല്ലേ അമ്മ? നമ്മളെ ഇത് ദുപ്പട്ടയില്ലേ, നോർമലി ഷാള് കുത്തൂലേ, അതുപോലെ നോക്കണം. മനസ്സിലായ? ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് പുറകിലത്തെ ബാക്കിയില്ലേ, അതിങ്ങനെ കുത്തണം. ഓക്കെ, സോ ലെറ്റ്സ് മേക്ക് ഡിന്നർ. സൂപ്പർ ടേസ്റ്റ് ആണ്. ഇതിന്റെ സെക്കൻഡ് പാക്കാണ്. ഇതിന് മുമ്പ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഡേറ്റ് സിറപ്പ്, ലോ ഫാറ്റ് മിൽക്ക്. ഓക്കെ, ഇത് ഇവിടെ നിന്നാവട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് വരാം. ബോലോ ശ്രീ അംബേ മാത കി ജയ്. എല്ലാരും തൊഴുതോട്ടാ. നല്ല അടിപൊളി പ്രസാദമൊക്കെ ഓക്കെ, നമ്മ റെഡിയായി. ഇന്ന് നമുക്ക് റാസ് ഗർഭ ഉണ്ട്, പക്ഷെ ആന്റി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇത് ഒളിപ്പിച്ച് വെക്കാം. ഇതാരാണെന്നാ നിങ്ങൾക്ക് തോന്നുന്നത്? ഇന്നത്തെ വിജയാണ് ഗൈസ്. ഇത് നമ്മുടെ വിന്നറിന് ഇന്ന് ലക്കി ഡ്രോ അടിച്ചേക്ക് 461 നമ്പർ വിളിച്ചത് ഒരാളുടെ വിന്നർ ആയിരുന്നു. ഇത് ഇപ്പൊ തുറക്കൂലേ? ആരെയും കാണിക്കൂലേ? ഒരാൾക്ക് നിക്കക്കളിയില്ല. ഇന്നലെ നിങ്ങളെ കാണിക്കണം. ആണുങ്ങളെ വളയ്ക്കാനാണ്. ദൈവമേ, 4 പവൻ സ്വർണ്ണ അവിടെ. കാണിക്കൂലേ? അതിനകത്ത് എന്റെ പൊന്നു കഴിക്കും. തക്കള് പോകുന്നു. നമുക്ക് കഴിച്ച് എല്ലാവർക്കും മമ്മിക്ക് ഒരു ഉമ്മ കൊടുത്ത് പ്രോത്സാഹനം കൂട്ടി മമ്മിയെ ഉമ്മ ഉറങ്ങിക്കോട്ടെ. 12 വേണേ ഒരാൾ ഉറങ്ങിക്കോ. നമുക്ക് പോയാൽ ഞങ്ങൾ കളിക്കാൻ കഴിച്ചു. ലെറ്റ്സ് ഗോ. കളിച്ചില്ല ഗൈസ്. അപ്പോഴേക്കും പോലീസ് വന്ന് പാട്ട് നിർത്തിക്കാണ്. അതിവിടെ സ്ഥിരമാണ്. അങ്ങനെയുണ്ട്, ഒരു സമയപരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് വരും. പക്ഷെ നമ്മൾ പിന്നെ പണ്ടത്തെ കാലത്തെ പോലെ കണ്ടില്ലേ, ഡ്രം അടിച്ച് യെസ് അങ്ങനെ കളിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ DJ മ്യൂസിക് നോക്കുമ്പോൾ നോയിസ് പൊല്യൂഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. എന്തായാലും ഡ്രം വെച്ച് നമ്മൾ നല്ലോണം 1.5 മണിക്കൂർ വേറെ എക്സ്പ്ലെയിൻ കളിച്ചിട്ടാണ്. കാലിന്റെ കോലം നോക്കി
ഗുഡ് മോർണിംഗ്. യെസ് ഗൈസ്, മോർണിംഗ് ആണ്. ഇന്ന് ആഫ്റ്റർനൂൺ ആയിട്ടില്ല. നിങ്ങൾക്കറിയാം ഞാൻ ഒരു 6 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. ബിക്കോസ് എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് എന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് ജസ്റ്റ് പോണതിന് മുമ്പായിട്ട് എന്നുവെച്ചാൽ റെഡി ആവൂലേ വൈകുന്നേരം, അതിന് ജസ്റ്റ് മുന്നായിട്ട് ഞാൻ ഒരു അരമണിക്കൂറും കൂടെ ഉറങ്ങും. എനിക്ക് ഉറക്കം പൂർണ്ണമായിട്ടില്ല, ബട്ട് സ്റ്റിൽ ഐ എം എനർജറ്റിക്. എനിക്ക് ശക്തിയുണ്ട്. കാരണം ഇന്നലെ രാത്രി ഞാൻ ദേവിയോട് പ്രാർത്ഥിച്ചിട്ടാണ് ഉറങ്ങിയത്. ഭഗവതി, ഞാൻ വെറും 6 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ ഉറങ്ങുള്ളൂ, എനിക്ക് ശക്തി തന്നെ ഭഗവതി, അത്രയും കൊണ്ട് തന്നെ എന്റെ ക്ഷീണം മാറണേ എന്നുള്ളത്. സയ്യസ് ഗൈസ്, ഞാൻ 6 മണിക്കൂറിന്റെ ആണ് അലാറം വെച്ചത്, വെച്ചാൽ ടൈമർ വെച്ചാണ് ഞാൻ ഉറങ്ങണേ. പക്ഷെ 5.5 മണിക്കൂറായപ്പോഴത്തേക്ക് ഞാൻ എന്റെ കണ്ണ് തുറന്നു. ഞാൻ വേഗം എണീറ്റി. കാരണം നമുക്ക് വേഗം വേഗം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ജോലി ചെയ്യാൻ തുടങ്ങണം. അതുകൊണ്ടാട്ടെ. അപ്പൊ നമ്മളെ ഗുഡ് മോർണിംഗ്. രാവിലെ എന്താ കഴിച്ച്? രാവിലെ എന്തായിരുന്നു? രാവിലെ ഒരു ദോശ, രാഗി ദോശ കഴിച്ചാ? ഓ, ഞാൻ പല്ല് വെച്ചിട്ടില്ലല്ലേ മമ്മി? ഞാൻ പല്ല് വെച്ചിട്ടാണ് ഉറങ്ങി. അപ്പൊ അത് കൗണ്ട് ചെയ്യുമോ? ഓക്കെ, കൗണ്ട് ചെയ്യില്ല. നമ്മള് പല്ല് വെച്ചേ പറ്റൂ. മമ്മന്റെ പ്രൈസ് അവിടെ ഇരിക്കണു. ഡെമ്പാണ് ഗൈസ്, അതുകൊണ്ട് അവിടെ കൊണ്ടുവച്ചേക്കണ. എപ്പോഴും നമ്മൾ കണ്ടോണ്ടിരിക്കണ. ഞാൻ ഇന്നലെ പല്ല് വെച്ചിട്ട് ഉറങ്ങി. ഇത് എത്ര പ്രാവശ്യം ഞാൻ പല്ല് വെക്കണുണ്ട് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഞാൻ രാവിലെ അപ്പൊ പല്ല് വെക്കണ്ട ഉറങ്ങി എണീറ്റിട്ട്, എന്നിട്ട് നവരാത്രിക്ക് ഗർഭം കളിക്കാൻ പോണതിന് മുമ്പ് ഒരു പ്രാവശ്യം വൈറ്റ് യൂസ് ചെയ്തിട്ട് പല്ല് വെക്കണുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗർഭം കളിച്ചു വന്നിട്ട് വീണ്ടും സെൻസോഡാൻ യൂസ് ചെയ്തിട്ട് പല്ല് വെക്കുന്നുണ്ട്. സാരല്ല, എന്തായാലും ജസ്റ്റ് ഇപ്പോഴത്തേക്ക് വേണ്ടിയല്ല, കാരണം കുഴപ്പമില്ല. ഇവിടെ നമുക്ക് എന്ത് നല്ല നല്ല ഓക്കെ, ഇന്നലത്തെ പിണ്ടി. മമ്മി, ഇന്നലത്തെ വെണ്ടയ്ക്കത്തിയിലാണ് ഇന്ന് റിപ്പീറ്റ് ടെലികാസ്റ്റ്. ഓക്കെ ഓക്കെ മമ്മി, ഇതെന്താ പച്ച പച്ച? വാട്ട് ഈസ് ദിസ് മമ്മി? പച്ച പച്ച ഇതെങ്ങനെ എനിക്ക് ഇറങ്ങും മമ്മി? ഈ കുടുംബത്തെ പ്ലേറ്റ് ഇല്ലാത്ത നമുക്ക് കഴിച്ച് കുഴി കുഴിയായിട്ടുള്ള പ്ലേറ്റ് എടുക്കാം. ഒന്ന് കഴുകിയേക്കാം. കോക്രോച്ചൊക്കെ നല്ലോണം സ്വിമ്മിങ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഒരു കാര്യം ചോറ് എടുക്കണുള്ളൂ. മൈ ഫേവറേറ്റ് വെണ്ടയ്ക്കത്തിയോ. ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ എടുത്തിട്ട് മമ്മിക്ക് പാലൊക്കെ വരട്ടെ. നമുക്ക് ഇതിനകത്ത് ഇച്ചിരി ചോറിട്ട് കഴിക്കാം ഗൈസ്. ഞാൻ ഉറങ്ങിയില്ല ഗൈസ്, ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ ഈ പ്രൗഡ് ഫീൽ ചെയ്തിട്ട്, കാരണം ഞാൻ വിചാരിച്ചോളെ എല്ലാം കണ്ടിന് 3 പ്ലാറ്റ്ഫോമിലും ലൈവ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഒരെണ്ണം കൂടെ ബാക്കിയുള്ളൂ കേട്ടോ, വിച്ച് ഈസ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. ഐ ആം സോ ഹാപ്പി. അപ്പോൾ ഓൾറെഡി 6 മണി ആയിട്ടുണ്ട്. ഉറങ്ങണില്ല, ബസ് ജസ്റ്റ് ഞാനൊന്ന് കിടക്കും. മനസ്സിലായ? അത് വെറുതെ ഒന്നല്ല കിടക്കാൻ വേണം, കാണിച്ചു തരാം. സോ ഐ എം ഗോയിങ് ടു യൂസ് ദിസ് മസാജർ, ലെഗ് മസാജർ. കുറച്ചെങ്കിലും റിലാക്സ് ഫീൽ ആക്കാനായിട്ട് ഞാനത് പൊടി പിടിച്ചേക്കണം. നോക്കിയേ, കറി യൂസ് ചെയ്തിട്ട് കുറേ നാളെ അതുകൊണ്ടാട്ടോ. കാരണം മോസ്റ്റ്ലി മമ്മിയും പപ്പയും വരുമ്പോഴാണ് ഇത് യൂസ് ആവണം. ഞാൻ തന്നെ യൂസ് ചെയ്യാൻ മറന്നു. ഇത് പേടിക്കണ്ട കേട്ടോ നിങ്ങൾ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ, ഞാൻ ടേ പൊട്ടിക്കണില്ലേ, എനിക്ക് കാലിൻ്റെ അടിയിൽ മുറിഞ്ഞു പോയത് കൊണ്ടുള്ള ബാൻഡേജിൻ്റെ മാർക്കാണ് കേട്ടോ ഇത്. ഞാൻ എൻ്റെ ഇവിടത്തുള്ള റിങ് ഊരി കളഞ്ഞു കേട്ടോ. കാരണം ഇത് എനിക്ക് ഇവിടെ കൊണ്ട് കണ്ടോ, ഇത് കൊണ്ട് എനിക്ക് കാണുന്നുണ്ടോ? യെസ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് റിലാക്സ് ചെയ്യാം. അവിടെ പോയി പപ്പ പറഞ്ഞ് ശരിയാണ് കേട്ടോ. സംഭവം എന്താന്ന് പറഞ്ഞാലേ, നമുക്ക് കാലിൽ വേദന അല്ലെങ്കിൽ ക്ഷീണം ഉണ്ടെങ്കിൽ ഇതിൻ്റെ മസാജ് ഫീൽ ചെയ്യാൻ പറ്റും. സ്ഥിരപ്പണിയായിട്ടുണ്ട് ഗൈസ്. നമുക്കിപ്പോൾ ഈ ഓട്സ് തന്നെയാണ് ഇപ്പം സ്ഥിരം, ഒബ്വിയസ്ലി. കാരണം എന്താന്ന് വെച്ചാ, ഇത് വെച്ചാൽ നല്ല ശക്തി കിട്ടും. വയറ് കുറേ നേരത്തേക്ക് നിറഞ്ഞിരിക്കും, ഫൈബറൊക്കെ ഉള്ളതുകൊണ്ടേ. പിന്നെ ഇത് പ്രോട്ടീൻ സഹിതമായിട്ടുള്ളതാണ്. സോ യെസ്, ഓ ഷിറ്റ്, 2-3 ദിവസമായിട്ട് ഞാൻ പ്രോട്ടീൻ ഷേക്ക് കുടിച്ചിട്ടില്ല. തീരാറായല്ലോ, മേടിക്കണം. ഇതിന് മധുരം കുറവാണ് ഗൈസ്, അതുകൊണ്ട് ലേശം ഇച്ചിരി കൂടി ഡേറ്റ്സ്. നോ പാട അലൗഡ് ഇൻ മൈ മിൽക്ക്, സോറി ഇൻ മൈ ഓട്സ്. എനിക്ക് പാട ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്, പക്ഷെ ഞാൻ ഫാറ്റ് ലോസിലല്ലേ, അതുകൊണ്ടാണ് ജസ്റ്റ് ലോ ഫാറ്റ് മിൽക്ക് മാത്രം. ദൂരെ പോ. ഇതിരുന്ന് കുതിരട്ടെ, എന്നിട്ട് വേണമെങ്കിൽ പിന്നെ നമുക്ക് പാല് വീണ്ടും ഒഴിക്കാം. മിക്സ് ചെയ്യട്ടെ. ഇന്നലെ ഐ ഗസ് ഞാൻ മിക്സ് ചെയ്തില്ല, അതുകൊണ്ട് ഇവര് നല്ലോണം കുതിർന്നില്ല. പ്ലീസ് വേഗം കുതിരണം. ഇന്ന് ഡ്രാമ കളിക്കരുത് കേട്ടോ. യാ പ്ലീസ്, കം ഓൺ, യു ക്യാൻ ഡു ഇറ്റ്. മമ്മി ഇങ്ങോട്ട് വന്നേ, ഇതിനെ നോക്കി ഒന്ന് കണ്ണൊഴിച്ചേ, എന്നിട്ട് കുതിരണം എന്ന് പറയും. ഇല്ല, മമ്മി നോക്കി പേടിച്ചു വരും. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇവിടെ ഒരു സംഭവം ചെയ്യാൻ പോവാണ്. ദാറ്റ്സ് എന്താന്ന് വെച്ചാൽ, നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അവക്കാടോ. അപ്പൊ ഇത് ഷേക്ക് അടിക്കും എന്തായാലും. അപ്പൊ ഞാൻ ഇത് പകുതി ഇപ്പൊ തന്നെ എടുത്തിട്ട് എന്താ പറയാ,
പാലിൽ അടിച്ചിട്ട് ഇച്ചിരി പാലിൽ ഒഴിച്ചിട്ടില്ല, അപ്പോൾ കുറച്ചും കൂടെ പാലിൽ അടിച്ചിട്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ല ഹെൽത്തി ഫാറ്റ് കിട്ടും. ഇത് പഴുത്തിട്ടുണ്ട് കേട്ടോ, നെങ്ങനുണ്ട് നോക്കാം. ഓക്കെ, ആർ യു റെഡി ഗൈസ്? ഇത് തെന്നാനുണ്ട് കേട്ടോ. എന്നാ ഗൈസ് ഞാൻ നിങ്ങളെ വീണ്ടും പ്രപ്പോസ് ചെയ്യാം. സി ഓക്കെ, നൈസ്. നമുക്ക് ഇതെടുക്കാം, ഇത് മമ്മിക്ക് കൊടുക്കാം. ഓക്കെ, ക്രീമി ആയിട്ടുണ്ട് ഗൈസ്. ദേ ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കണം കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്തെന്ന് എന്നെ കുറിച്ച് വിചാരിച്ചേ? ഞാൻ പ്രിപ്പയർ ആവാണ്ട് വരുന്ന ഡിങ്. മമ്മി ദിസ് റബ്രസ് ആക്കരുത് പ്ലീസ്. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് ഇച്ചിരി കൂടിപ്പോയല്ല. നമുക്ക് ഇത് പറ്റണ അത്തരം കഴിക്കാം. ബാക്കി ഗർഭ അടിച്ച് വരുമ്പോൾ എന്തായാലും വീണ്ടും വിശക്കും. ഇപ്പം കഴിക്കാം. നോ ഡോണ്ട് ഡു ഒടുക്കത്തെ വിലയാണ്. നമുക്ക് മുഴുവൻ വാരി എടുക്കണം. ഞാൻ മധുരം ഇട്ടിട്ടില്ല കേട്ടോ ഇത് അടിക്കുമ്പോഴേ. ബട്ട് സ്റ്റിൽ എന്തൊരു പ്രത്യേക ഫ്ലേവറാ ഗൈസ് ഈ അവക്കാഡോന്റെ. എനിക്ക് മനസ്സിലായി ഇതിന്റെ ഇത്ര ഹൈപ്പ്. എനിക്ക് എത്ര നാളായിട്ട് ആഗ്രഹം അറിയാമോ അവക്കാഡോ സാൻഡ്വിച്ച് കഴിക്കാൻ. ആ ബ്രെഡിന്റെ അകത്ത് വെച്ചിട്ട് ട്രൈ ചെയ്യണം. ഇനി ഉറങ്ങാൻ ഒരു മാർഗമില്ല, കാരണം മമ്മി വിളക്ക് എത്തിക്കാൻ പോവാണ്. നമ്മൾ ആഗ്രഹിച്ചാലും ഉറങ്ങാൻ പറ്റും. സോ യാ, ഇനി നമുക്ക് കുളിസ് റെഡി ആവാം. ഇത് നോക്ക് ഗൈസ്, ഞാൻ ഇന്ന് ഇതാണ് ഇടാന്ന് വിചാരിച്ച മായായിട്ട് ഇതിന്റെ കൂടെ എല്ലാവരും കൂടി കുടുങ്ങിക്കിടപ്പുണ്ട്. എന്ത് ചെയ്യും ഞാൻ? വള ആക്ച്വലി ഇത് ഇവിടെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടാ. നൈസ് അല്ലേ? യെസ്, നമ്മുടെ ഔട്ട്ഫിറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ആദ്യം ഇത് ഞാൻ കൊടുക്കാൻ മാറ്റിട്ട്. അയ്യോ ഒന്നും കൂടി കുടുങ്ങിയില്ലോ. ബോലോ ശ്രീ അംബേ മാത കീ ജയ്. എല്ലാവരും നല്ലോണം വിളക്കൊഴുതോ. ഓക്കെ, സോ ഇന്ന് യെല്ലോ ഡേ ആണ്, തേഴ്സ്ഡേ അല്ലേ. സോ ഇന്നത്തെ നമ്മുടെ തീം എന്ന് വെച്ചാൽ യെല്ലോ കളറാണ്. സോ യെല്ലോന് വേണ്ടി ജസ്റ്റ് ബ്ലൗസ് മാത്രമേ ഉള്ളൂ ഗൈസ്. ഞാൻ ഈ ഒരു ഇങ്ങനത്തെ മൾട്ടി കളർ പ്രിന്റ് ആയിട്ടുള്ള യെല്ലോ ആണ് കേട്ടോ, ബ്ലൗസ് ആണ് കേട്ടോ എടുക്കണത്, ഇങ്ങനെ ഫുൾ സ്ലീവ് ആയിട്ടുള്ളത്. സോ യെസ്, അപ്പൊ ഇതിന്റെ കൂടെ മാച്ച് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എടുക്കണ ഈ ഒരു മറൂൺ സ്കേർട്ട് അടാ, നല്ല ഷൈനി ആയിട്ടുള്ളത്. അപ്പൊ ഇത് ഓൾറെഡി ഇത്ര പ്ലെയിൻ അല്ലേ, നല്ല ഗിയർ ഉണ്ട് ഗൈസിനുണ്ട്, ഫ്ലെയർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് പ്ലെയിൻ ആയിട്ടുള്ള ഒരു സംഭവം ബോറിംഗ് പാർട്ടിനെ നമുക്ക് ഓടിക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്കുണ്ട് ഒടുക്കത്തെ ഇടിവെട്ട് കുറെ വർക്കായിട്ടുള്ള ദുപ്പട്ട. സോ ഈ ദുപ്പട്ടയാണ് ഞാൻ സ്റ്റൈൽ ചെയ്യണത് ഇന്ന്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് തേക്കണം. 7:45 ഗൈസ്. വേഗം എനിക്ക് വിശക്കണമുണ്ട്. ഞാൻ വേഗം 2 കപ്പ് വെള്ളം ഒഴിച്ചിറങ്ങും, കാണിച്ചു തരാം. ഭയങ്കരമായിട്ട് കുളിയൊന്നും കുളിക്കാൻ പോണില്ല ഞാൻ എന്തെന്നാ വിചാരിച്ചു വച്ചേ. കഴിഞ്ഞ കൊല്ലം ഈ ദുപ്പട്ടയിൽ ഇത് സേഫ്റ്റി പിൻ കുടുങ്ങിയിരിക്കാം. അതെങ്ങനെ തേക്കും? തിരിച്ചിട്ട് തേക്കാം, കാരണേ ഇത് എങ്ങാനും ഒട്ടിയാലോ. ഈ പ്ലാസ്റ്റിക് അല്ലേ, ശരിക്കുള്ള ചില്ലല്ല ഗൈസ്. എനിക്ക് ഡൗട്ട് എന്തെന്നറിയാമോ, ഇതിന്റെ കൂടെ ഇല്ലേ ഈ ദുപ്പട്ട ഇതല്ലേ പറഞ്ഞ ഞാൻ, ഇതിന്റെ കൂടെ കരിനീല ഷാൾ എങ്ങനെ ഉണ്ടാവും? 2 തേക്കിട്ട് നോക്കാം. ഇതിന് തേക്കേണ്ട ആവശ്യമില്ല. അതെ അതെ അതെ, കാരണം മെറൂൺ പാവാടയുമ്പോ കാണണ്ടേ? അത് കാണൂല, ഇത് കാണൂല, അത് ഭംഗി, ഇത് കാണും. എങ്ങനെയുണ്ട് മമ്മി? എനിക്ക് ഫാഷൻ സെൻസ് വേണ്ട. ഇതിന്റെ പോലത്തെ മഞ്ഞാണ് ഇതെങ്കിൽ ഇത് നന്നായി. അത് തന്നെ മനസ്സിലായി. അല്ലെങ്കിൽ കരിനീല പാവാട ആയിരുന്നെങ്കിലും ഇത് നന്നായി. ഒന്നും വേറെ ട്രൈ ചെയ്യണില്ല, ഒന്നും റിസ്ക് എടുക്കണില്ല നമ്മൾ, അങ്ങനെ തോന്നണം അല്ലേ? ഇത് റിസ്ക് എടുത്താ മമ്മി എനിക്ക് ഇന്നും പാവാട വള്ളി ഇട്ട് തന്നെ മറ്റേന്റെ അടുത്ത് കട്ടിട്ടല്ലേ, ഇന്നലത്തേന്റെ അടുത്ത് ഇന്നിടാം നമുക്ക്. മമ്മിയുടെ സാക്രിഫൈസ് ചെയ്ത് പാവാട വള്ളി എടുത്തു തരുമോ? മമ്മി ഓൾറെഡി മമ്മി അറിയാണ്ട് തന്നെ സാക്രിഫൈസ്ഡ് ആണ്. ഞാൻ മമ്മിയുടെ കട്ടെടുത്തിട്ടുണ്ട്. നമ്മ ഇവിടെ റെഡി, ഇവിടെ ഗർഭ കളിക്കാൻ റെഡി ആയിട്ട് 2 സ്റ്റെപ്പ് പ്രാക്ടീസ് ആയിട്ടാണ് ഞങ്ങൾക്ക് പോവാൻ. സ്റ്റാർട്ട് ആയിട്ടുണ്ട്, നമുക്ക് പോവാട്ടെ കളിക്കാം. സുന്ദരൻ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മണ്ട ലുക്ക്. അപ്പൊ ശരി, നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. നമസ്കാരം. बोलो श्री अम्बे माता की जय. Good morning and welcome to our Navratri day 5.
ഓക്കെ, ഫൈനലി ഇന്നാണ് ഞാൻ തല കഴുകാൻ പോണത് ഗൈസ്. ഡേ 1 നമുക്ക് എന്താണ് വ്രതവും കൂടെ ഉണ്ടായിരുന്നു, പിന്നെ നവരാത്രിയുടെ ഡേ 1 കൂടെ ആയിരുന്നത് കൊണ്ടാണ് ഞാൻ ഹെയർ വാഷ് ചെയ്തിരുന്നത്. ഫൈനലി ഇന്നാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യാൻ കടിച്ചിട്ട് വയ്യ, അതുകൊണ്ട് എനിക്ക് ഇനി നിൽക്കളില്ല. അപ്പോൾ എനിക്ക് നല്ലോണം അഴുക്കുണ്ട് കേട്ടോ, മാന്തുമ്പോൾ കൈമ വന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ വിചാരിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഒന്നും തേക്കണില്ല, ജസ്റ്റ് കുറച്ച് ഹോബ ഓയിൽ ഒന്ന് ലെങ്ത്തിലേക്ക് തട്ടിക്കൊടുക്കാം, കുറച്ച് മാസ്ക് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഹെയർ മാസ്ക് ഒന്ന് ഇട്ടിട്ട് ഷാംപൂ ചെയ്യാനാണ് ഞാൻ വിചാരിക്കണത്. അങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കാരണം 1 മണി ആയിട്ടുണ്ട്, ഞാൻ മമ്മിയുടെ കൂടെ എനിക്ക് ലഞ്ച് കഴിക്കാൻ ജോയിൻ ചെയ്യണം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വേഗം വരാട്ടാ. അയ്യോ, ഒരാള് വെയിറ്റ് ചെയ്തിരിക്കുക. വേഗം വന്നെ, 1 മണി ആയിട്ടുണ്ട്, വിശക്കുന്നുണ്ട്, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. നമുക്ക് ആക്ച്വലി ഹെയർ മാസ്ക് വയ്ക്കാൻ പോലും കൂടുതൽ നേരമില്ല. അയ്യോ, ഡാൻസ് ഡാമേജ് ആവുന്നുണ്ട്. ഐ ഹാവ് ടു ബി കെയർഫുൾ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഈ ഒരു പിൽഗ്രിമിൻ്റെ ഹെയർ മാസ്ക് ആട്ടോ. അത് ഭയങ്കര ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി എനിക്ക് ഇതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടപ്പെട്ട നട്ട് ഹാബിറ്റിൻ്റെയാണ്. ഇതിനെക്കാട്ടും നല്ല പ്യുവറായിട്ട് എനിക്ക് ഫീൽ ആവുന്നത് കേട്ടോ നട്ട് ഹാബിറ്റിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിരിതെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം എണ്ണ എടുക്കാം. ദെൻ നല്ലവണ്ണം ഹെയർ മാസ്ക് രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ദൈവമേ, ഇപ്പുറത്തൊക്കെ കറക്റ്റ് ഇരിപ്പുണ്ട്, ഇട്ടുകൊണ്ട് നിങ്ങൾ ദൂരെ പോകും. ഇത് മര്യാദയ്ക്ക് ഞാൻ ബാത്റൂമിൽ ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ ഗൈസ്, ഇതിനിങ്ങനെ തന്നെ വിടുക, കെട്ടിയൊന്നും വെക്കണില്ല, മുഖത്ത് വരുത്താണ്ട് നോക്കാം, അല്ലെങ്കിൽ ബാക്കിനെ വരും. യെസ്, കാരണം ഇപ്പം തന്നെ ഞാൻ കുളിക്കും. ഞാൻ കുറേ നേരം ഒന്നും വെക്കാൻ പോകില്ല, ജസ്റ്റ് ഒരു 5 മിനിറ്റ്. അപ്പോഴത്തേക്ക് ഞാൻ പല്ലേക്കും. ഇതാണ് എൻ്റെ പ്ലാൻ. എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, സോ കുളിക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പോണത് ഈ ഒരു ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ സ്കാൽപ്പ് പ്യൂരിഫൈങ് ഷാംപൂ. പക്ഷേ ഇത് മാത്രമല്ല, ഇതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യും, പിന്നെ കുറച്ച് അലോവേര ജെല്ലും കൂടെ ആഡ് ചെയ്യും കേട്ടോ. കാരണം എണ്ണ അപ്ലൈ ചെയ്യാണ്ട് എനിക്ക് ഷാംപൂ ചെയ്യണത് വളരെ റെയറാണ്. ഞാൻ അതെനിക്ക് അത്ര ഇഷ്ടവുമില്ല, കുറച്ച് ഹെയർ ഡ്രൈ ആക്കി കളയും. സോ അലോവേര ജെൽ ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ച് ഹൈഡ്രേറ്റിംഗ് ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് പ്ലാൻ. അപ്പം ശരി, ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. കാരണം നമുക്ക് ഇന്ന് കുറച്ച് ഗ്രൂമിങ്ങും ചെയ്യാനുണ്ട്. കാരണം നവരാത്രി തുടങ്ങിയിട്ട് അതിന് മുമ്പും ഞാൻ ഗ്രൂമിങ് ചെയ്തിട്ടില്ല, ഐബ്രോസ് ഷാർപ്പ് ചെയ്തിട്ടില്ല, ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തിട്ടില്ല, പിന്നെ കൈകളിലൊന്നും ചെയ്തിട്ടില്ല. സോ ഇന്ന് ഫ്രൈഡേ ആണ് ബെസ്റ്റ് ടൈം. ഓരോ ദിവസം അനുസരിച്ച് നോക്കുമ്പോൾ എനിക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് കറക്റ്റ് ടൈം നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട്. സോ എനിക്ക് ഭയങ്കര എന്തോ പോലെ തോന്നുന്നു മാസ്ക് അപ്ലൈ ചെയ്ത് അവിടെ ഇവിടെ തുടർന്നുകൊണ്ടേ കുരുക്കൾ വരും ഗൈസ്. അവിടെ ഇവിടെ ഇത് വരും, ദരി വരും. ഞാൻ കെട്ടി തന്നെ നോക്കി, അതായിരിക്കും നല്ലത്. പക്ഷേ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ ഗൈസ്, ഞാൻ കുളിച്ചു. എൻ്റെ ടവൽ എവിടെയും കോട്ടൊക്കെ പോയി, എനിക്ക് കാണുമ്പോൾ നൈസ് ഹെയർ സ്റ്റൈൽ. മമ്മിക്ക് ഇഷ്ടമായ ഇവിടെ പാവയ്ക്ക മെഴുക്കുവരട്ടി ഇതിനകത്തൊന്നും. ഓക്കെ, ഞാൻ ബാക്കി വെച്ച ഗോവ എന്താ അറിയാം ഇത്. ഓക്കെ, ദുധി മാങ്ങയും കറി. എന്താ നല്ലൊരു പ്രത്യേകമാണ്. ഓക്കെ ഗോയ്സ്, നെയ്യിലാണ് ഇട്ട് ഉണ്ടാക്കി വെക്കണേ. നല്ല മണം. നല്ലോണം കറി ഒഴിച്ച് കഴിക്കും. പ്രോബയോട്ടിക് തൈര്. ഫുഡ് കഴിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോയിൽ ഫുഡ് തരാട്ടാ. ഓക്കെ ഗൈസ്, നമ്മൾ വീണ്ടും ബ്ലിങ്കിറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി മമ്മിയുടെ എന്തോ ഒരു സാധനത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യാൻ പോയത്. പക്ഷെ പിന്നെ നമ്മൾ കുറേ സാധനം മേടിച്ചു. അതിൽ ഒന്നായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് ഐസ്ക്രീം കഴിച്ചത്. നിങ്ങളോട് പറഞ്ഞിട്ട് ഉണ്ട്, ഷോർട്സിൽ അറിയിച്ചിട്ടുണ്ട്. സോ നമ്മൾ പൂ മേടിച്ചിട്ടുണ്ട്. ഈ പൂക്കളിൽ പുഴുക്കളുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം മമ്മി പുഴു ഉണ്ടെങ്കിൽ പോലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കാം, അല്ലെങ്കിൽ ഇത് വാടി പോവൂലേ. പൂ ആൻഡ് ഡ്രാഗൺ. നമ്മൾ കുറച്ച് ഉണക്കമുന്തിരി മേടിച്ചിട്ടുണ്ട്. അമ്മ ഇന്ന് സീര ഉണ്ടാക്കണ്ട. സീര എന്ന് പറഞ്ഞ ഗൈസ് അമ്മ സൂചിയാണ് റവയാണ് നമ്മൾ മലയാളത്തിൽ പറയണം. റവയുടെ ഹൽവ ഉണ്ടാക്കൂട്ട. 2 ദാടം മേടിച്ചിട്ടുണ്ട്. ദാടം എന്ന് പറഞ്ഞാൽ അനാറ്, പോമഗ്രാനൈറ്റ് അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ബദാം മേടിച്ചിട്ടുണ്ട്, അഗൈൻ ഈ സീര ഹൽവയിൽ ഇടാനായിട്ട്. പിന്നെ കുറച്ച് അത്യാവശ്യം കൂടുതലാകുമ്പോൾ കിട്ടിയേക്കണ കർപ്പൂരം. ഞാൻ പുതിയ ഓട്സ് മേടിച്ചിട്ടുണ്ട് ട്രൈ ചെയ്യാനായിട്ട്. മസിൽ ബ്ലേസിന്റെ മേടിച്ചിട്ടുണ്ട് ഞാൻ. ഇതിന്റെ ആക്ച്വലി ഞാൻ പ്രോട്ടീൻ ബാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അമ്മ ഫ്രിഡ്ജിൽ പാൽ വെച്ചിരുന്നാ. സോ ഇന്നാണ് ഗ്രീൻ ഡേ ആൻഡ് ഇന്ന് ഞാൻ ഇടാൻ പോണതാണ് ഈ ഒരു ചണിയാണ്ട്. നമ്മൾ ബ്ലൗസ് ഇടാൻ പോണതാണ് ഇത്. മനസ്സിലായല്ലോ? 2 പിങ്ക് എങ്ങനെയെങ്കിലും നമുക്ക് ഇതിനെ സെറ്റ് ആക്കാം. ആവണമുണ്ട് കണ്ടാ. ഓക്കെ, 2 തമ്മിലൊരു ഇച്ചിരി ഇതുണ്ടല്ലോ. അതിൻ്റെ കൂടെ ദുപ്പട്ടയാണ് ഇത്. എനിക്ക് തോന്നുന്നു ഒരു പുട്ടുകഥ ആകും എന്നുള്ളത്. ലെറ്റ് സി.
ഓക്കെ സോറി. Yay! Dates up. But I don't need this പാട. ഇത് മമ്മി എടുത്തോളാം കേട്ടോ നാളെ. മമ്മി ഈ പാട എന്നെ പൊണ്ണനാക്കാൻ വേണ്ടി പതുക്കെ ഇങ്ങോട്ട്. പിന്നെ ഒരു ദിവസം No way, no chance. Okay guys, മമ്മി നല്ല അടിപൊളി പ്രസാദം ഉണ്ടാക്കി. ഇത് നമ്മള് ബഫേ നെയ്യല്ല കേട്ടോ യൂസ് ചെയ്യണ. നമ്മള് പൂജയ്ക്ക് യൂസ് ചെയ്യാറുള്ള നല്ല പശു നെയ്യ് ഇവിടെ എടുത്തിട്ടുണ്ട്. ആഡ് ചെയ്യും റവ. ഇവിടെ ഉണ്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്. സോറി ഇത് ചോറാണ്. ഇതാണ് ഇതുമല്ല, ഇതെന്തോരം ചെയ്തു. നമ്മൾ റിച്ച് ആണ്. ഒരാൾ മാസ്ക് വെച്ചൊക്കെ കഴിച്ച് പതുക്കെ ജലദോഷം വന്നിട്ടുണ്ട്. എനിക്കിട്ട് പണി വെച്ചാൽ നല്ല പിച്ച് വെച്ചിരുന്നു. ഇവിടെ നമുക്കുണ്ട് ചെരുവം ഒരു ദിവസം നമ്മൾ പൂജയ്ക്ക് യൂസ് ചെയ്യണതാ. നമ്മുടെ റെഗുലർ ചെരുവല്ല. മമ്മിക്ക് എന്റെ ചിട്ടത് ഇഷ്ടപ്പെടുന്നുണ്ടാ? താങ്ക് യു. ഓക്കെ പതുക്കെ ഞാൻ വേണമെന്നിട്ട് പോയി കുളിക്കട്ടെ. കാരണം ഗൈസ് ഇന്ന് നമ്മുടെയാണ് പൂജ. സമയത്തിനെത്തില്ലേ മമ്മി പിന്നെ പിണങ്ങിയിട്ട് നാളെ പോയി വരും. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടുന്നില്ല. അടിപൊളിയാ കണ്ട. ഓക്കെ മമ്മി. ഓക്കെ ഗൈസ് അപ്പൊ ഇനി വേഗം ഒന്ന് ഈ ഡ്രസ്സും തേക്കട്ടെ എന്നിട്ട് കുളിക്കാൻ പോണം. बोलो श्री अम्बे मात की जय. ഇന്ന് യമ്മി യമ്മി പ്രസാദമുള്ള ഭഗവാനി. ഓക്കെ അപ്പൊ ഞാൻ അവിടെ കുളിച്ചു കഴിഞ്ഞിട്ട് വേഗം തന്നെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തിട്ട് ഞാൻ കയ്യിലൊക്കെ എന്തായാലും റെഡിയാക്കിയിട്ടുണ്ട്. അത് തന്നെ ഇത് വെച്ചിട്ട് ഐബ്രോസ് വേഗം ഷേപ്പ് ചെയ്യട്ടെ. എന്നിട്ട് ഞാൻ ഇത് വെച്ചിട്ട് ഷേവ് ചെയ്യും. എന്നിട്ട് ഞാൻ എൻ്റെ മീശ പിടിക്കും. ഓക്കെ വേർ ഇസ് മൈ കർത്തിക? ഓ മൈ ഗോഡ് ഗൈസ്, എൻ്റെ കർത്തിക കാണാനില്ല. കത്രിക ഐ ഹാവ് ടു കട്ടെടുക്കൽ മമ്മിയുടെ. സ്കിൻ ഭയങ്കര ഡ്രൈ ആവണം. ഓക്കെ ചോക്കണുണ്ട് കേട്ടോ. വി ഹാവ് ടു ഫിക്സ് ദാറ്റ് ടു. ആൽമണ്ട് ഓയിൽ വെച്ച് മസാജ് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാം. ഈ നീറി പോകയ അലം പൗഡർ. ഐസിനകത്തൊന്ന് മുഖം മുക്കാം. ഫൈനലി വി ഡിഡ് ഇറ്റ്. അത്യാവശ്യം ഉണ്ടല്ല, എന്നാലും റെഡ്നെസ് കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും. ഈ ആക്ച്വലി ഹെയർ റിമൂവൽ കഴിഞ്ഞപ്പോഴൊക്കെ എൻ്റെ ഫേസ് സ്ലിം ആയെന്നുള്ളത് അറിയണത് കേട്ടാ. കുറച്ച് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. ഓക്കെ അപ്പൊ ഞാനിനി പോയി റെഡി ആയിട്ട് വരാം. നമ്മൾ റെഡി ആയി കഴിച്ചാൽ ലേറ്റ് ആയിക്കൊണ്ടിരിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ സാധ്യത പോയിട്ട് വരാമെന്ന് വെച്ചാൽ ശുഞ്ഞൊരു ലെറ്റർ ഇട്ടിട്ടാ. ഗുജറാത്തി സാർ എടുക്കാൻ പറഞ്ഞതാ, പക്ഷെ അവസാന ദിവസം കാണിച്ചില്ല ഞാൻ. ഓക്കെ ഗൈസ്, ഇന്ന് വീണ്ടും പോലീസ് വന്നു. ഒരു മണിയായപ്പോഴത്തേക്കും വന്നു. നമ്മൾ പക്ഷെ 2 മണി വരെ വലിച്ചോണ്ട് പോയി. പിന്നെ വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ തിരിച്ചു വന്നു.
എങ്ങനെയുണ്ട് എൻ്റെ ഹെയർ സ്റ്റൈൽ? എന്തായാലും കളിച്ചു, കുറെ അത്യാവശ്യം കളിച്ചു കേട്ടാ. എന്തായിട്ട് ഡാൻഡ്യ കളിക്കാൻ പറ്റി. നാളെ അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ മിക്കവാറും സമയം കുറച്ചും കൂടെ മുന്നോട്ടാക്കും. ഗുഡ് നൈറ്റ്. ശരണ്യേ ത്രംബകേ ഗൗരി. ബോലോ ശ്രീ അംബേ മാത കീ ജയ്. എല്ലാം തൊഴുതോട്ടല്ല കുട്ടികളായിട്ട്. ഷോ ഭയങ്കരമായിട്ട് ഇരുണ്ടു ഗൈസ്. 5 മണിയായിട്ടുള്ളൂ. എന്നിട്ട് എന്താ അല്ലേ ഷോ ഇന്നത്തെ ഗർഭ. ഇന്നെല്ലാരും റെയിൻ കോട്ട് ഇട്ട് കളിക്കും. അയ്യോ കൊറേ പ്രസാദം ചുണ്ടനൊക്കെ വെച്ചാ തൊഴുതോട്ട എല്ലാവരും. ഗുഡിയന്തിയാമോൻ ഗുഡിയന്തിയാമോൻ. എനിക്ക് പനിയൊക്കെ തന്നിട്ട് എങ്ങനെ തോന്നുന്നു? അയ്യോ ഒന്നും അറിഞ്ഞില്ലേ? മമ്മിക്ക് ഒരു മോഡുണ്ട് എന്ന് പറഞ്ഞാ മമ്മി വിളക്കൊക്കെ വെച്ച് നാമം ചൊല്ലേണ്ട ആ ഒരു സമയത്ത് മമ്മിക്ക് മതളങ്ങും. ആ സമയത്ത് മമ്മി വേറൊരു രൂപമാണ്. നമ്മൾ അടുക്കാണ്ടിരിക്കണം നല്ലത്. മമ്മിക്ക് ഒരു ഡിസ്റ്റർബൻസും പാടില്ല. വേഗം ഓടിക്കള ദേവേ. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ ഒച്ച കേട്ട് പേടിക്കണ്ട. തൊണ്ട പോയിരിക്കും. റെഡി ആയിട്ടുണ്ട്. വെള്ളം കൊണ്ടുവന്നിട്ടാ നമുക്ക് വേമ്പോ ആർട്ട് സ്റ്റാർട്ട് ആവും. ലെറ്റ്സ് ഗോ. നമസ്കാരം. കൂടിയല്ലേ മഴ മഴ മഴ.
ദിസ് ഇസ് മീ ഫ്രം എഡിറ്റിംഗ് ടൈം. സോ നവരാത്രി കഴിഞ്ഞ് എനിക്ക് ഉടനെ തന്നെ ഈ വ്ലോഗ് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നവരാത്രി കഴിഞ്ഞ് ദശേര വിജയദശമി കഴിഞ്ഞ് ഏകാദശി കഴിഞ്ഞ് ഞാൻ പീരീഡ്സിലായി. പോരാണ്ട് എല്ലാം കൊണ്ടും എൻ്റെ അവസ്ഥ കട്ടപോയിട്ടിരിക്കുകയായിരുന്നു ഗൈസ്. കാരണം അല്ലെങ്കിൽ തന്നെ പനി പിടിച്ചിരിക്കുകയായിരുന്നു, അല്ലാണ്ട് മഴയുടെ ആ ഒരു അവസ്ഥയും. സോ പോരാണ്ട് പീരീഡ്സ് എല്ലാം കൂടെ ആയിട്ട് എനിക്ക് വളരെ വളരെ ബോഡിയിൽ വീക്ക്നെസ് ഉണ്ടായിരുന്നു. ഇൻഫാക്ട് എനിക്ക് അഡ്മിറ്റ് ആവണ ഒരവസ്ഥയിൽ വരുന്നതായിരുന്നേനെ, പക്ഷെ വന്നില്ല. ഞാൻ എങ്ങനെ എങ്ങാണ്ടൊക്കെ എൻ്റെ റൂട്ടീൻ തിരിച്ചു പിടിച്ചു. ഭയങ്കര പാടായിരുന്നു സത്യം പറയാം. എല്ലാം കൊല്ലം അങ്ങനെ തന്നെയാണ് ആക്ച്വലി. രാത്രി കഴിയുമ്പോൾ നമ്മൾ രാത്രി എണീറ്റ് രാവിലെ ഉറങ്ങണ ശീലം നമ്മൾ ഒരുമാതിരി അമേരിക്കൻസ് ആയി മാറുന്നതാണ്. ബട്ട് എങ്ങനെ എങ്ങാണ്ടൊക്കെ അതിനെ തിരിച്ചു പിടിച്ചു. പിന്നെ ഞാൻ എൻ്റെ ഡയറ്റൊക്കെ നോർമലാക്കി. അപ്പം ഞാൻ തന്നെ നോർമൽ, അതായിരുന്നു വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം നവരാത്രിയിൽ എണീറ്റിരിക്കണ കൊണ്ട് അല്ലാണ്ട് എനിക്ക് കുഴപ്പം തന്നെ. കാരണം ജനിക്കുമ്പോൾ മുതൽ ഇതൊക്കെ എൻ്റെ ശീലമാണ്. ഒരു പ്രശ്നം എനിക്ക് ഇതുവരെ ഒരു നവരാത്രിയിലും ടച്ച് വുഡ് എനിക്ക് ഒരിക്കലും വന്നിട്ടില്ല. പക്ഷെ ഇത്തവണ അങ്ങനെ വരില്ല എന്ന് മേ ബി ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഇതിൻ്റെ ഇടയ്ക്ക്, എനിക്ക് ഓർമ്മയുണ്ടാവില്ല. സോ അതുകൊണ്ടായിരിക്കും എനിക്ക് വന്നത്. പോരാണ്ട് സീസൺ ചേഞ്ച്, അതുമല്ല മമ്മിന്ന് തുടങ്ങിയത് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് എന്താ പറയാ ഇൻഫെക്റ്റ് ആയി. കാരണം അല്ലെങ്കിൽ തന്നെ നവരാത്രി സമയത്ത് ഒട്ടുമേ ഞാൻ ഡയറ്റ് ഹെൽത്ത് ഒന്നും നോക്കണ്ടായിരുന്നില്ല. അപ്പൊ ഇമ്മ്യൂണിറ്റി ഒബ്വിയസ്ലി ലോ ആയിട്ടിരുന്ന കാണും. അത് ഇനിയിപ്പോൾ കാരണങ്ങൾ ഇങ്ങനെയൊക്കെ കുറെ അടിച്ചിടാന്ന് മാത്രം. സോ പീരിയഡ്സ് എല്ലാം കൂടെ ആയിട്ട് ഒരുമാതിരി ശരീരം കുഴഞ്ഞിങ്ങനെ വീണ അവസ്ഥയായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റാണ്ടായത്. പിന്നെ ഞാൻ വിചാരിച്ച് സ്ക്രിപ്റ്റ് ചെയ്താലെന്നൊക്കെ, പക്ഷെ നിങ്ങൾക്ക് മിനി വ്ളോഗ്സ് ആയിട്ട് തൃപ്തിപ്പെടണ്ടായിരുന്നില്ല നിങ്ങൾ. അതുകൊണ്ട് പിന്നെ നല്ല വാക്കുകളൊക്കെ കേട്ടിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വേഗം എഡിറ്റ് ചെയ്ത് ഇട്ടേക്കാം, ദീപാവലിക്ക് മുമ്പ് തന്നെ ഇട്ടേക്കാം. സോ യെസ്, അപ്പോൾ എന്താണല്ലോ എൻ്റെ കോലം. ഞാനിപ്പോൾ പതുക്കെ എൻ്റെ റൂട്ടീനിലേക്ക് വരണുള്ളൂ ഗൈസ്. നോക്കിയേ, ഇതൊക്കെ ഐസ്ക്രീം ആട്ടെ, ഇതൊന്നും ഗുളികയുടെ അല്ല. ഗുളികയുടെ ആക്ച്വലി ഇവിടെ ഉണ്ട്, ഈ മാർക്സ് ഒക്കെ കണ്ട അതൊക്കെ ഉണ്ട്. ബട്ട് ഇതൊക്കെ ഐസ്ക്രീമാണ്. കാരണം എനിക്ക് ഫീൽ ഗുഡ് ആ ഒരു സംഭവം വേണം. അപ്പം ഞാൻ ഫീലൊക്കെ ഇപ്പോൾ ഗുഡാണ്. വീണ്ടും ഞാൻ എൻ്റെ ഡയറ്റിലേക്കൊക്കെ വന്നിട്ടുണ്ട്. കാരണം 1 കിലോ ഞാൻ ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. പാടും പറ്റണം, നമ്മൾ കുറച്ചേക്കണം. അപ്പോൾ വീണ്ടും അതേ അവസ്ഥയിലേക്ക് പോയി വീണ്ടും കുറയ്ക്കാൻ വയ്യ. സോ യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ നവരാത്രി വ്ലോഗ് ഓഫ് 2025. എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് പറയാം. ആൻഡ് ഞാൻ ഇത്തവണ കുറേ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ ചില സാഹചര്യങ്ങൾ വശാൽ എൻ്റെ കുറേ പ്ലാൻ ഫ്ലോപ്പായി ഗൈസ്. പക്ഷേ ബെറ്റർ നെക്സ്റ്റ് ടൈം. പ്ലീസ് വിഷ് മീ ലക്ക്. അടുത്ത വർഷം ഞാൻ വിചാരിക്കണം ആ കാര്യം നടക്കട്ടെ. ഫോർ യു ഗൈസ്, സ്പെഷ്യലി ഫോർ യു ഗൈസ്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭ എവിടെയെങ്കിലും കളിച്ചാൽ മതി. ബട്ട് ഐ വോണ്ട് സംതിങ് സ്പെഷ്യൽ ഫോർ യു ഗൈസ്. കാരണം നവരാത്രി എനിക്കറിയാം നിങ്ങൾ എത്രമാത്രം ഇപ്പം എന്നെ പോലെ തന്നെയല്ല, എന്നെക്കാട്ട് കൂടുതലാണ് നിങ്ങൾ എക്സൈറ്റഡ് ആവണത്. എനിക്ക് നവരാത്രിക്ക് മുമ്പേ നിങ്ങളുടെ കമന്റ്സും DMs ഒക്കെ നിറഞ്ഞിരിക്കുക ഇൻസ്റ്റാഗ്രാം. ഞാൻ പുളിയെന്നല്ലേ പറയണേ, എന്തോ ആ സാധനം അടിക്കല്ലാണ്ട് ഞാൻ ശരിക്കും പറഞ്ഞു, ഞാൻ ഷോക്ക്ഡ് ആയിപ്പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കണ്ടപ്പോൾ. ദാറ്റ് യു ഗൈസ് ലവ്ഡ് ദാറ്റ് നമ്മുടെ 3 കൊല്ലത്തെ നവരാത്രി വെച്ച് നിങ്ങൾക്കും ഇപ്പോൾ നവരാത്രി ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ്. സോ യെസ്, അപ്പോൾ വേഗം തന്നെ എന്താ പറയുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെന്നാണ് നമുക്ക് ഇനി കാണാം. ഇനി റെഗുലറായിട്ട് നമുക്ക് ഓരോ വ്ളോഗൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ശരി, നമുക്ക് നെക്സ്റ്റ് വ്ളോഗ് അല്ലെങ്കിൽ ഫുഡ് ചാലഞ്ച് വെച്ച് കാണാൻ. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ. Bye-bye.